കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീന ഇന്ന് ജോലിയിൽ പ്രവേശിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഹർഷീന ജോലിയിൽ പ്രവേശിക്കുന്നത്. ഇന്നലെ തലസ്ഥാനത്തെത്തി മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും നേരിട്ട് കണ്ട ഹർഷീനയ്ക്ക് അതിവേഗമാണ് സർക്കാർ ജോലി നൽകിയത്. മെഡിക്കൽ കോളേജിന് കീഴിലുള്ള മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ അറ്റൻഡറായിട്ടാണ് ഹർഷീന ജോലിയിൽ പ്രവേശിക്കുന്നത്. അർഹമായ നഷ്ടപരിഹാരം നൽകാമെന്നും സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഹർഷീനയുടെ നീണ്ട കാലത്തെ സമരത്തിൽ ഒരു ഫലമുണ്ടായിരിക്കുന്നു. നേരത്തെ ഈ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടികളിൽ പോലും പങ്കെടുത്തിരുന്നു ഹർഷീന എന്നുള്ളതാണ്. ഇപ്പോൾ ഹർഷീനയ്ക്ക് ഒരു സർക്കാർ ജോലി നൽകാനൊരു തീരുമാനമായിരിക്കുന്നു. നഷ്ടപരിഹാരവും അതിന്റെ കൂടെ നൽകും എന്നാണോ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പ്? എത്ര മണിക്കാണ് ഹർഷീന ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്നത്? സ്മൃതി, ഗുഡ് മോർണിംഗ്. 10 മണിയോടുകൂടി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി ഹർഷീന ജോലിയിൽ പ്രവേശിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ അറ്റൻഡറായാണ് ഹർഷീന ജോലിയിൽ പ്രവേശിക്കുക. ഹർഷീനയെ സംബന്ധിച്ച് ഇതൊരു പുതിയ തുടക്കവുമാണ്. സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ നാളത്തെ വേദന, കഷ്ടപ്പാട്, അതിനൊടുവിൽ ദിവസങ്ങൾ നീണ്ടു നിന്ന പോരാട്ടം, അതിനൊക്കെ ഒടുവിൽ ഹർഷീനയ്ക്ക് നീതി ലഭിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം 5 വർഷത്തോളമാണ് വയറ്റിൽ കത്രികയുമായി ഹർഷീന ജീവിച്ചത്. അതിനുശേഷം ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഈ കത്രിക പ്രസവ ശസ്ത്രക്രിയക്കിടെ കുടുങ്ങിയത് എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഹർഷീന നടത്തിയത് വലിയൊരു പോരാട്ടമായിരുന്നു. ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക, അർഹമായ നഷ്ടപരിഹാരം നൽകുക, ഇതൊക്കെയായിരുന്നു ഹർഷീനയുടെ ആവശ്യം. പക്ഷേ തനിക്ക് കൃത്യമായ രീതിയിൽ തനിക്ക് വേണ്ടി ഇടപെടുമെന്ന് നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു ഹർഷീനയുടെ പരാതി. പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഹർഷീന അതിനെ നോക്കിക്കണ്ടതും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും ഒക്കെ ഹർഷീന നേരിൽ കാണുകയും ചെയ്തു. അതിനൊടുവിലാണ് പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ ഹർഷീനയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാകുന്നതും. അതിൽ സ്മൃതി അവസാനം ചോദിച്ചതുപോലെ തന്നെയാണ് നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ കൂടി ഒരു അനുകൂലമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് ഹർഷീന പ്രതീക്ഷിക്കുന്നുണ്ട്. 2 ലക്ഷം രൂപയാണ് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഹർഷീനയ്ക്ക് ഒരു നഷ്ടപരിഹാരമായി പ്രഖ്യാപിച്ചത്. ഈ നഷ്ടപരിഹാരം നൽകുന്നതിൽ പരിമിതികളുണ്ട് എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ വാദം. പക്ഷേ ഈ നഷ്ടപരിഹാരമായ 2 ലക്ഷം രൂപ ഹർഷീന സ്വീകരിച്ചിരുന്നില്ല. കാരണം അതൊരു തരത്തിലും തനിക്ക് അതിനെ കൊണ്ടുള്ള ഒരു പ്രയോജനവും ലഭിക്കില്ല എന്നാണ് ഹർഷീന പറഞ്ഞത്. അതിൽ ഈ രോഗം ഈ കത്രിക കുടുങ്ങിയതിന് പിന്നാലെ ആ കത്രിക വയറ്റിൽ വെച്ച് ഹർഷീന നടത്തിയ ആശുപത്രിയിൽ പോകൽ, അതിനെ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം, അങ്ങനെ പല ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ലക്ഷം രൂപ ഒരു തരത്തിലും തനിക്ക് പര്യാപ്തമാകില്ല എന്നത് ഹർഷീന പലതവണ പറഞ്ഞതുമാണ്. അഭിജിത്ത്, ഏതായാലും ഹർഷീന ഇന്ന് ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയം കഴിഞ്ഞാൽ കാണുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഹർഷീനയുടെ പ്രതികരണവും നമുക്ക് എടുക്കാം. എന്തായാലും നിരന്തരമായ പോരാട്ടം, 5 വർഷം വേദന സഹിച്ച യുവതിക്കാണ് ഇപ്പോൾ സർക്കാർ അർഹമായ ഒരു പരിഹാരം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്.